എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എംബാപ്പെ ടു റിയൽ മാഡ്രിഡ്. ഈ ഒരു കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക. അതായത് ഈ ഒരു എംബാപ്പെ ഈ ഒരു PSG ഇത് ഓണറായിട്ടുള്ള നാസർ അൽ ഖലീഫയോട് എന്താപ്പോ എംബാപ്പെ ഈ ഒരു PSG ഈ ഒരു സമ്മറോട് കൂടി ലീവ് ചെയ്യുക. അതായത് ഇനി ക്ലബിൽ കോൺട്രാക്ട് പുതുക്കാൻ താല്പര്യമില്ല എന്നുള്ളത് അറിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നലെ ഫാബ്രിസിയോ റൊമാനോ അടക്കമുള്ള ജേർണലിസ്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കുറച്ച് ഇന്നലെയാണ് ഫാബ്രിസിയോ റൊമാനോ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സംഭവം. പക്ഷെ കുറച്ച് ഈ 2-3-4 ദിവസത്തിന് മുന്നൊക്കെ ഈ ഒരു ESPN ഒക്കെ ഈ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എംബാപ്പയ്ക്ക് റയലിലേക്ക് ജോയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പോ വലിയൊരു റിലയബിൾ സോഴ്സ് അല്ലാത്തതുകൊണ്ട് തന്നെ ആരും അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നലെ ഫാബ്രിസിയോ റൊമാനോ ഒഫീഷ്യൽ ആയിക്കാണ്ട് ആ ഒരു പറഞ്ഞേക്കാണ്. അതായത് എംബാപ്പെ ഡിസൈഡ് ചെയ്തു PSG ലീവ് ചെയ്യാനുള്ള ഡിസിഷൻ എംബാപ്പെ എടുത്തു എന്നുള്ളതാണ് ഇപ്പൊ വരുന്ന ഇത് പറയുന്നത്. അത് കൂടാതെ തന്നെ ഇത് ഫാബ്രിസിയോ റൊമാനോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ചുവമനിന്റെ ഒരു പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പോപ്കോണിന്റെ ആ ഒരു ഇമോജീസ് വെച്ച് കാണുന്ന ഒരു പോസ്റ്റ്. അതായത് ചുവമനി ഈ ഒരു എംബാപ്പെ ടു റിയൽ മാഡ്രിഡിനെ കുറിച്ച് ചോദിച്ചപ്പോ ഇതുവരെ എംബാപ്പെ അങ്ങനത്തെ ഒരു ഇത് എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ എനിക്കൊരു ന്യൂസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും എന്നുള്ളത് ചുവമനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്ലൂ ആണ് ചുവമനി ഇന്നലെ ഒരു പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ് എല്ലാവർക്കും തോന്നുന്നത്. അങ്ങനെ ഇനിയിപ്പം എംബാപ്പന്റെ മുന്നിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് റയൽ മാഡ്രിഡിലേക്ക് ജോയിൻ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു എംബാപ്പയ്ക്ക് എങ്ങാണ്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും യുണൈറ്റഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ലിവർപൂള്, അങ്ങനെ ഏകദേശം എല്ലാ ക്ലബ്സിനും വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്ന ഒരു പ്ലെയർ തന്നെയാണ് എംബാപ്പെ. പക്ഷെ എംബാപ്പെ റയൽ മാഡ്രിഡിലേക്കാണ് കൂടുതൽ അട്രാക്ട് ചെയ്യുക. ഇനിയിപ്പോൾ റയൽ മാഡ്രിഡ് ഓൾറെഡി ഒരു കോൺട്രാക്ട് പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറെ നെഗറ്റീവ്സ് ഉണ്ട്. ഈ ഒരു എംബാപ്പന്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ നെഗറ്റീവ്സ് ഉണ്ടാവും. കാരണം 2022 നമുക്കറിയാം ഈ ഒരു എംബാപ്പയ്ക്ക് വേണ്ടി റയൽ മാഡ്രിഡ് പോയിട്ടുണ്ടായിരുന്നു. അന്ന് റയൽ മാഡ്രിഡ് കൊടുത്ത ആ ഒരു സാലറിന്റെ കുറച്ച് സാലറിയാണ് ഈ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ PSG ഓഫർ ചെയ്യുന്ന ഈ ഒരു സാലറി പ്രൊപ്പോസലിന്റെ ഹാഫ് ഉണ്ടാവുള്ളൂ റയൽ മാഡ്രിഡിന്റെ ഈ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാകുക. അതുകൂടാതെ റയൽ മാഡ്രിഡത്തെ പ്ലേയേഴ്സിന്റെ ഒക്കെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന പ്ലെയർ എംബാപ്പെ ആകൂല. അതിലും ഇതാവും. അതായത് എംബാപ്പയ്ക്ക് റയലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുറെ അധികം സാമ്പത്തികമായാണ് കുറെ സംതൃപ്തിപ്പെടേണ്ടി വരും എന്നുള്ളത് എടുത്ത് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഈ ഒരു PSG ലീവ് ചെയ്യുമ്പോൾ എംബാപ്പെ ഓൾറെഡി എനിക്ക് തോന്നുന്നു PSG എത്രത്തോളം ഊറ്റാൻ പറ്റിയിട്ടുണ്ടാവും അത്രത്തോളമൊക്കെ ഈ ഒരു നാളില് എംബാപ്പെ ഊറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എംബാപ്പന്റെ നെക്സ്റ്റ് ക്ലബ് ഏതാവും എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഇനിയിപ്പോ റയൽ മാഡ്രിഡ് എംബാപ്പനെ സൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ റയൽ മാഡ്രിഡില് ആ ഒരു സ്ക്വാഡിന്റെ ഡെപ്ത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നുപാടെ വർദ്ധിക്കും. അതായത് ഓൾറെഡി വിനീഷ്യസ് ജൂനിയറും ജൂഡ് ബെല്ലിംഗാമും റോഡ്രിഗോയും വാൽവർദയും കമവിംഗും ചുവമനിയും ക്രൂസൊക്കെ എല്ലാവരും ലൈനപ്പാണ് ഇപ്പൊ ഈ ഒരു റയൽ മാഡ്രിഡിന് ഓൾറെഡി ഉള്ളത്. ഇനിയിപ്പോ ഇത് എംബാപ്പയും പാടെ വന്നാല് ഗലാക്റ്റിക്കോസ് 2.0 എന്നുള്ള പേരിൽ അറിയപ്പെടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ്. അതായത് ജൂഡ് ബെല്ലിംഗാമും കിലിയൻ എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോ ഒക്കെ ഒരു ടീമിൽ കളിക്കുക എന്ന് പറയുന്നതിന്റെ വലിയൊരു ഇതാണ്. പക്ഷെ കുറെ റിപ്പോർട്ടുകൾ വരിക എന്ന് പറയുന്നുണ്ടെങ്കിൽ വിനീഷ്യസ് ജൂനിയറോ അല്ലെങ്കിൽ റോഡ്രിഗോനെ റയൽ മാഡ്രിഡ് ഒഴിവാക്കുന്നുള്ളതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എല്ലാവരും നിലനിർത്തിക്കൊണ്ട് തന്നെ ആകും റയൽ മാഡ്രിഡ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാവും ഈ ഒരു എംബാപ്പന്റെ നെക്സ്റ്റ് ക്ലബ്ബ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ വിളിക്കുക.